നമസ്കാരം. പ്രധാന വാർത്തകൾ. കതിരൂർ മനോജ് വധക്കേസ് സിബിഐക്ക് വിട്ടു. സിബിഐ ഏറ്റെടുക്കുന്നതുവരെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. പ്രതികളുടെ വിദേശബന്ധം തള്ളിക്കളയാനാകില്ലെന്നും രമേശ് ചെന്നിത്തല. അന്വേഷണം സിബിഐക്ക് വിട്ടതിൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്ന് ഉമ്മൻചാണ്ടി. സിപിഎം നേതാക്കളെ വധിക്കുമെന്ന് ഫേസ്ബുക്കിലൂടെ RSS പ്രവർത്തകന്റെ ഭീഷണി. സംസ്ഥാനത്ത് മദ്യദുരന്തത്തിന് സാധ്യതയില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വ്യാജമദ്യം തടയാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മദ്യനയം നടപ്പിലാക്കുന്നതിന് കൂടുതൽ ആലോചനകൾ വേണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തിരുവോണത്തിനൊരുങ്ങി മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും അമർന്നു. ഓണക്കാലത്ത് സർക്കാരിന്റെ വിപണി ഇടപെടൽ പൂർണ്ണ പരാജയം. അരിക്കും പല വ്യഞ്ജനങ്ങൾക്കും ഇരട്ടിയിലേറെ വിലവർധന. പച്ചക്കറിക്കും തീവില. കേന്ദ്രമന്ത്രിയും കരസേനയുടെ മുൻ മേധാവിയുമായ VK സിംഗിനെതിരെ സേനാ ട്രിബ്യൂണൽ. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി VK സിംഗ് സൈന്യത്തിന് അവമതിപ്പുണ്ടാക്കി. സർവീസിലിരിക്കെ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ചുവെന്നും കണ്ടെത്തൽ. കശ്മീരിൽ ദുരന്തം വിതച്ച് കനത്ത മഴ തുടരുന്നു. മരണം 100 കവിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ അപകടത്തിൽപ്പെട്ട 9 സൈനികരിൽ 7 പേരെ രക്ഷപ്പെടുത്തി. ബസ് അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കതിരൂരിലെ RSS നേതാവ് മനോജിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. DGPയുടെ ശുപാർശ അനുസരിച്ചാണ് കേസ് CBIക്ക് വിടുന്നത്. പ്രതികളുടെ വിദേശബന്ധം തള്ളിക്കളയാനാവില്ലെന്നും ഗുരുതര സ്വഭാവം കണക്കിലെടുത്താണ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കതിരൂർ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വിദേശബന്ധമടക്കമുള്ള സ്വാധീനമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായത്. കൊലയ്ക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന കാര്യവും തള്ളിക്കളയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണത്തിനുള്ള ശുപാർശ DGP സർക്കാരിന് നൽകിയത്. ശുപാർശ അംഗീകരിച്ചതായും CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള കുറ്റവാളികൾക്ക് സംസ്ഥാനത്തിന് പുറത്തും കാര്യമായ ബന്ധമുണ്ട്. മാത്രമല്ല വിദേശ ബന്ധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഈ കേസ് CBI അന്വേഷണത്തിന് വിടുന്നതാണ് ഉചിതമെന്ന ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയുണ്ടായി. ഈ ശുപാർശ ഗവൺമെന്റ് അംഗീകരിക്കുന്നു. CBI കേസ് ഏറ്റെടുക്കുന്നതുവരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരും. പ്രതികൾക്ക് CPMുമായി ബന്ധമുണ്ടെന്ന് FIRൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ കൊലപാതകമാണെന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമുണ്ടായിട്ടില്ല. കൊലപാതകത്തിന്റെ ഭീകരത കണക്കിലെടുത്താണ് കേസിൽ UAPA വകുപ്പ് ചുമത്തിയതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ട് കേസ് ഉൾപ്പെടെയുള്ള കേസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ ഇതാദ്യമായിട്ടല്ല കേരളത്തിൽ ഇത് പ്രയോഗിക്കുന്നത്. അത് ചില മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശരിയല്ല. കേസുമായി ബന്ധപ്പെട്ട K. സുധാകരന്റെ പക്കൽ തെളിവുണ്ടെങ്കിൽ പോലീസിന് കൈമാറണമെന്നും ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം. മനോജ് വധം CBIക്ക് വിട്ടതിൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേസ് CBIക്ക് വിട്ടത് സർക്കാർ നയത്തിന്റെ ഭാഗമാണ്. അവരുടെ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് CBIക്ക് വിട്ടതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. TP ചന്ദ്രശേഖരൻ്റെ കേസ് വന്ന് പോലീസ് നല്ല നിലയിലുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ രമ ആവശ്യം. CPM നേതാക്കൾക്കെതിരെ ഫേസ്ബുക്കിലൂടെ വധഭീഷണിയുമായി RSS പ്രവർത്തകർ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനും മകനുമെതിരെ വധഭീഷണി ഉയർത്തുന്ന നിരവധി പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM നാളെ കണ്ണൂർ SPക്ക് പരാതി നൽകും. RSS ജില്ലാ നേതാവ് മനോജിന്റെ കൊലയ്ക്ക് തിരിച്ചടിയുണ്ടാവില്ലെന്ന് നേതാക്കൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും പക്ഷേ അണികൾ അടങ്ങിയിരിക്കുന്നില്ല. CPM നേതാക്കൾക്ക് നേരെ വധഭീഷണിയും അധിക്ഷേപവും ചൊരിഞ്ഞ് RSS BJP പ്രവർത്തകരുടെ നിരവധി പോസ്റ്റുകളാണ് ദിനംപ്രതി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജനെയും മകൻ ജയൻ രാജിനെയും വധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. ജയരാജ, അന്ന് നിന്നെ കൊല്ലാതെ വിട്ടത് RSSന്റെ കഴിവുകേടാണെന്ന് നീ കരുതുന്നുവെങ്കിൽ ആ ചിന്ത മാറ്റാൻ സംഘത്തിനറിയാം. നിന്റെ മകൻ മരണം യാചിക്കുന്നത് കണ്ടില്ലേ എന്നാണ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകുന്ന ഇത്തരം പോസ്റ്റുകൾക്കെതിരെ CPM നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കൊലവിളി ഉയർത്തുന്ന പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ നാളെ കണ്ണൂർ SPക്കും സൈബർ സെല്ലിനും പരാതി നൽകും. BJP നേതാക്കന്മാർ വധിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഫേസ്ബുക്കിൽ അണികളിപ്പോൾ P. ജയരാജനെതിരായി വധഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് BJP നേതാക്കന്മാരുടെ പേരിലും കേസെടുക്കണം,
ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റിംഗ് നടത്തിയവരുടെ പേരിലും കേസെടുക്കണം. മനോജിന്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ പി ജയരാജന്റെ മകൻ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണം ഏറെ വിവാദമാകുകയും ജയിനെതിരെ കതിരൂർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു. RSS BJP പ്രവർത്തകരുടെ പ്രകോപനപരമായ പരാമർശങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്ത ആഭ്യന്തര വകുപ്പിനെതിരെ CPM പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ PM മനോജ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ശ്രീ സുരേന്ദ്രൻ DCC പ്രസിഡന്റ് കണ്ണൂർ സ്റ്റുഡിയോയിൽ, ശ്രീ രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് കോട്ടയം സ്റ്റുഡിയോയിലുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ PM മനോജ്, രാഷ്ട്രീയ സമ്മർദ്ദമൊന്നുമില്ല, കേസിന് വലിയ ഗുരുതരമായ സ്വഭാവമുണ്ട്, വിദേശ ബന്ധം പോലും സംശയിക്കുന്നുണ്ട്, അതുകൊണ്ട് CBIക്ക് വിടുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി CBIക്ക് വിട്ടുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എതിർക്കപ്പെടണം, ഏതെങ്കിലും വിധത്തിൽ എതിർക്കപ്പെടേണ്ടതുണ്ടോ CBIക്ക് മനോജ് വധം കേസ് കൈമാറുന്നത്? CBIക്ക് കൈമാറുക എന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. സാധാരണ ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യം പോലീസ് IPC ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടുള്ള കുറ്റങ്ങൾ ചാർത്തി പോലീസ് അന്വേഷിക്കുകയാണ് ചെയ്യുക. അന്വേഷിച്ച് പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും എലമെൻറ്റ് ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടാം. ഇവിടെ കേസ് കൊലപാതകം നടന്നു. ആ കൊലപാതകം എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയോ കേരളത്തെയോ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കൊലപാതകമല്ല, അസാധാരണ കൊലപാതകമല്ല. സാധാരണ മറ്റ് പല കൊലപാതകങ്ങളെയും പോലെ ഈ സമീപകാലത്ത് നടന്ന നിരവധി കൊലപാതകങ്ങളെ പോലെ ഒരു കൊലപാതകം, ആ കൊലപാതകത്തിന് പെട്ടെന്ന് ഒരു ടേൺ ഉണ്ടാവുന്നു. ആ കൊലപാതകത്തിൽ കേസ് ചാർജ് ചെയ്യുമ്പോൾ അതിൽ UAPA എന്ന് പറയുന്നത് സാധാരണ രാജ്യദ്രോഹ കുറ്റം, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കുറ്റം, ആ കുറ്റം ചുമത്തി ഏത് തരത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിച്ചതിൻ്റെ പഴയ ഉദാഹരണങ്ങൾ എടുത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കേസ് അങ്ങനെ ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ആയുധമാക്കി മാറ്റാം എന്ന ധാരണയിലാണ് ഈ കേസ് ആദ്യം തന്നെ ചുമത്തിയത്. സാധാരണ ഒരു കേസ് അന്വേഷണ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള UAPA പോലുള്ള ദേശദ്രോഹമോ തീവ്രവാദമോ പരമായ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റിന് മാത്രം മുൻനിർത്തിയാണ് ഈ കേസിൽ ഈ UPA വകുപ്പുകൾ ചേർക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ഈ കേസ് UAPA വകുപ്പ് വേണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഉടനെ NIA ഏൽപ്പിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മന്ത്രിസഭാ യോഗം ചേർന്ന്, നേരത്തെ നമുക്ക് ഇവിടെ അറിയാവുന്നതാണ്, മാറാട് കേസിൽ അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ, ജോസഫ് P. തോമസ് കമ്മീഷൻ, ആ കമ്മീഷൻ വളരെ കൃത്യമായി ഈ കേസിലെ വിദേശത്ത് ധനസ്രോതസ് ഇതൊക്കെ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായി. അന്ന് കോഴിക്കോട്ടെ ചില മാധ്യമപ്രവർത്തകർ ആ കേസിലെ മധ്യസ്ഥരായി നിന്നു. ആ മധ്യസ്ഥരോട് അന്നത്തെ പിന്നീട് മന്ത്രിയായ ശ്രീ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം അടങ്ങിയ ക്യാബിനറ്റാണ് ഇപ്പോൾ ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് പറയുന്നു, തീരുമാനമെടുത്തതെന്ന് പറയുന്നു. അന്ന് കുഞ്ഞാലിക്കുട്ടി ഈ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഞങ്ങളെ ജയിലിൽ അടപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്നാണ്. അങ്ങനെ CBIയെ കൊണ്ട് ഒരു മന്ത്രിയെ പോലും, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയുടെ നേതാവിനെ ജയിലിലടപ്പിക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യം അവർ ഭരിക്കുമ്പോൾ തന്നെ നിലനിൽക്കെ, ഇപ്പോൾ അതേ ഗവൺമെൻറ്, അതേ മന്ത്രി ഉൾപ്പെട്ട ഒരു ക്യാബിനറ്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ ഈ നേരത്തെ സൂചിപ്പിച്ച നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട അപരിമിതമായ രാഷ്ട്രീയ വേട്ട നടത്താനുള്ള സാധ്യത ഇവർ മുന്നിൽ കാണുന്നു എന്നതാണ്. തിരിച്ചു വരാം. ശ്രീ സുരേന്ദ്രൻ, അതുകൊണ്ടൊക്കെയാണ് എതിർക്കപ്പെടുന്നത് CPM-നാൽ CBIക്ക് വിടാനുള്ള തീരുമാനം. രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമാണ്. CPM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ BJPയും കോൺഗ്രസും ഇതിനെ ഒന്നുചേർന്ന് ഉപയോഗിക്കുകയാണ് എന്ന ആക്ഷേപമാണ് സ്വാഭാവികമായും അവർക്കുണ്ടാവുക. നമുക്കറിയാം, മനോജ് വധം ദുഃഖകരമാണ്, ദാരുണമാണ്, ഞെട്ടലുണ്ടാക്കുന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ, പ്രത്യേകിച്ചും കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ഭുതകരമൊന്നുമല്ല. സാധാരണഗതിയിൽ നടക്കുന്ന, അതിൻ്റെ ആ അർത്ഥത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണത്. എന്തിന് CBI അന്വേഷിക്കണം? അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകാരം രാഷ്ട്രീയമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടി എന്താകും താങ്കളുടെ ഭാഗത്ത് നിന്ന്? ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ PM മനോജ് അദ്ദേഹം പറയുകയുണ്ടായി, CBIയെ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള പ്രയാസമാണ് ഇവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ചോദ്യം, ഇതിനകത്ത് CPM ആണ് പ്രതി ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രകാശ് കാരാട്ട് പറയുന്നു, വൃന്ദ കാരാട്ട് പറയുന്നു, അതുപോലെ തന്നെ താഴെ പിണറായി വിജയൻ പറയുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ പറയുന്നു, എല്ലാവരും പറയുന്നു CPM-ന് യാതൊരു ബന്ധവുമില്ല. CPM-ന് ബന്ധമില്ലാത്ത ഒരു കൊലപാതകത്തിൽ ഏത് ഏജൻസിയോ അന്വേഷിക്കട്ടെ, വി ആർ റെഡി എന്ന് പറയുന്നതിന് പകരം എന്തിനാണ് ഇത്ര ദിവസം കൊണ്ട് CBI ഏൽപ്പിച്ചോ, നേരത്തെ ഏൽപ്പിച്ചില്ല, അതുകൊണ്ട് പാടില്ല,
എന്തൊരു വേവലാതിയാണ്. അപ്പോൾ വേവലാതി വരുമ്പോഴാണ് മടിയിൽ ഖനമുള്ളവനെ പേടി ഉണ്ടാകൂ എന്ന് പറഞ്ഞതുപോലെ സംശയത്തിൻ്റെ നിഴൽ വരുന്നത്. ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, നമ്മുടെ എല്ലാം താല്പര്യം എന്താ? മനോജിൻ്റെയും സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ ഈ എല്ലാ BJPയുടെയും എല്ലാ പാർട്ടികളുടെയും ജനങ്ങളുടെയും താല്പര്യം ഇനി മേലിലെങ്കിലും നമ്മുടെ ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയും ഒരു രാഷ്ട്രീയ കൊലപാതകം പാടില്ല എന്നുള്ളതാണ് എന്ന കാര്യം നാം ഓർക്കണം. ഇവിടെ കൊലപാതകം ഉണ്ടായത് അത് സാധാരണ നടക്കുന്ന കൊലപാതകമാണ് എന്ന് ലഘൂകരിക്കുക, നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്നത് ജനസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി ഈക്കിളിപ്പെടുത്തലാണ്. ഒരു സാധാരണ കൊലപാതകമാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഏത് കൊലപാതകവും ബീഭത്സമാണ്. ഒരു കൊലപാതകവും നമ്മുടെ നാട്ടിൽ നടക്കരുത്. അതിന് പകരം അതിനെ നിസ്സാരവൽക്കരിച്ച് ആ ഒരു കൊലപാതകം എന്തിനാണ് CBIയെ ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ മനോജിനോട് തിരിച്ചു ചോദിക്കട്ടെ, കേരള പോലീസ് ഈ കേസ് അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് സംതൃപ്തിയാവുമോ? കേരള പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുമോ? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിങ്ങളുടെ വിശ്വാസമുണ്ടോ? കേരള ഗവൺമെൻറ്റിനെതിരെ, പോലീസിനെതിരെ 24 മണിക്കൂറും സമരമുഖത്ത് പോകുന്ന നിങ്ങൾക്ക് കേരള പോലീസ് അന്വേഷണം തൃപ്തിയാകുമോ? അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത, BJPക്കാർക്ക് വിശ്വാസമില്ലാത്ത കേരള പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി അത് ദേശീയ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ദേശീയ ഏജൻസി അന്വേഷിച്ചോട്ടെ. കുറ്റവാളികളല്ലെങ്കിൽ നമുക്കെന്ത് പ്രയാസം? BJPക്കാരനെ, RSSകാരനെ BJPക്കാരനെ കൊന്നതെങ്കിൽ, BJPക്കാരനെ RSS ആണ് കൊന്നതെങ്കിൽ, അതല്ലെങ്കിൽ കൊന്നത് മറ്റൊരു ഏജൻസി ആണെങ്കിൽ, അത് കൊന്നത് വേറെ ആളാണെങ്കിൽ കണ്ടുപിടിക്കട്ടെ, ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കൂ. ഞങ്ങൾ ഏത് അന്വേഷണത്തെയും അത് സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു നടന്നു. അത് കണ്ണൂരിൽ സമാധാന യോഗം ചേർന്നപ്പോൾ P. ജയരാജൻ പറഞ്ഞ വാക്ക് അങ്ങേക്കറിയാമോ? അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ തൊട്ടടുത്തിരുന്ന ജയരാജൻ പറഞ്ഞത് ഈ കുറ്റവാളികളെ കണ്ടെത്തണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ഏത് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ നമുക്കെന്ത് പ്രശ്നം? ആ കേസിൻ്റെ അകത്ത് ആരെയൊക്കെ ഉൾപ്പെടുത്തണം? ഞാൻ ആവശ്യപ്പെടുന്നത് BJP നേതാവായ K. സുരേന്ദ്രൻ ഉണ്ടല്ലോ, ആ K. സുരേന്ദ്രനെ കൂടി CBIയുടെ കേസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ ഞാൻ പറയുന്നു. K. സുരേന്ദ്രൻ കണ്ണൂരിൽ വന്ന് അദ്ദേഹം ചെയ്ത പ്രകോപനപരമായ പ്രസംഗമുണ്ട്. എന്താ അദ്ദേഹം ചെയ്ത പ്രസംഗം? അണികളെ ഞങ്ങൾ ഇനി കൊല്ലില്ല, ഞങ്ങൾ ഇനി കൊല്ലാൻ പോകുന്നത് നേതാക്കളെയാണ്. ആരാണ് പറഞ്ഞത്? BJPയുടെ നേതാവ് K. സുരേന്ദ്രനാ. അദ്ദേഹം എന്ത് ലക്ഷ്യം വെച്ചാ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പ്രസംഗം കണ്ണൂരിൽ നടക്കുന്നു, CPM അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെല്ലാം തന്നെ ആവേശം കൊള്ളുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്, ഇനിവർ ആരെയാണ് കൊല്ലാൻ പോകുന്നത്? ഒരുപക്ഷെ അതിൻ്റെ മറ്റൊരു പതിപ്പാണോ അവിടെ നടന്നത് എന്നതിനെപ്പറ്റി കൂടി അന്വേഷിക്കണം. ആര്? CBI അന്വേഷണത്തിൽ K. സുരേന്ദ്രനെ കൂടെ ഉൾപ്പെടുത്തി